എവരിബഡി. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നാമത്തിൽ 2 സോഷ്യൽ മീഡിയ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ഒന്ന് നമ്മുടെ കേരളത്തിലുള്ള ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യോത്തര ഉണ്ടായിരുന്നു. മറ്റത് ഗണേശ് ചതുർത്ഥിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ആ 2 കോൺടെസ്റ്റിൽ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ള വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഇവിടെ അതിനെക്കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി ഞാൻ ദീപകിനോട് ആവശ്യപ്പെടുന്നു. സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഇന്നിപ്പം സൗത്ത് ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും പ്രസൻ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ഒരു ചെറിയ സദുദ്ദേശത്തോടുകൂടി ആരംഭിച്ച ഈ കോൺടെസ്റ്റ്, അതായത് ഓണത്തിന് 10 ദിവസം പൂരിപ്പിച്ചോണം എന്ന നാമത്തിൽ ഒരു ചെറിയ കോൺടെസ്റ്റ് നടത്തിയായിരുന്നു. അതിൽ നമ്മുടെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പുതിയ തലമുറ മറക്കാതിരിക്കാനും അതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലും എന്നോണം നമ്മൾ നടത്തിയൊരു കോൺടെസ്റ്റാണ്. ഏകദേശം 150 പേരോളം ശരി ഉത്തരം അതിൽ നൽകിയിരുന്നു. അതിൽ നിന്ന് 10 പേരെ ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഗണേശ ചതുർത്ഥി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോദക് മാസ്റ്ററി എന്ന് പറഞ്ഞ 2ാമതൊരു കോൺടെസ്റ്റ് കൂടെ നമ്മൾ നടത്തിയായിരുന്നു. അതിലും നല്ലൊരു സഹകരണമാണ് പബ്ലിക്കിൻ്റെ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെയും നമ്മളിന്നിവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടെസ്റ്റ് വിന്നേഴ്സ് സെലക്ഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ്, മോഡക് മാസ്റ്ററി 7 ദിവസവും പൂരിപ്പിച്ചോണം 10 ദിവസവും നീണ്ട ഉത്തരവേളയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇവിടെ വെച്ച് ആദ്യം പറയുകയും അതിനുശേഷം നമ്മൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്തു. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. 10 ദിവസം നീണ്ടുന്ന പൂരിപ്പിച്ചോണം കോൺടെസ്റ്റിൻ്റെ ഉത്തരമാണ് പറയുന്നത്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ചിങ്ങമാസത്തിൽ മത്തപ്പൂ വിരിയുന്നതും വട്ടൻ്റെ ചുണ്ടു ചുമക്കുന്നതും കാണുമ്പോൾ ഓണമായി. 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഓണം പോലെയാണോ തിരുവാതിര. 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഓണമുണ്ട വയറേ ചൂളം പാടുകയുള്ളൂ. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: അത്തം 10 വന്നെടുത്തിടോ നായരെ ചോതി പുഴുങ്ങാനും നെല്ലുതായോ. 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഓണത്തിന് ഉറുമ്പും കരുതും. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: ഓണത്തിനില്ലാത്തത് തൃക്കേട്ടയ്ക്കെന്തിന്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: 2 ഓണം കണ്ടോണം 3 ഓണം മുക്കിമൂളി 4 ഓണം നക്കിയും തുടച്ചും 5 ഓണം പിഞ്ചോണം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: വാവ് വന്നു വാതിലു തുറന്നു നിറ വന്നു തിറം കൂട്ടി പുത്തരി വന്നു പത്തരി വെച്ചു ഓണം വന്നു ക്ഷീണം മാറി. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടത്തിയ പൂരിപ്പിച്ചോണം എന്ന ഒരു കോൺടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇന്നിവിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിലെ 142ഓളം ആളുകൾ ശരി ഉത്തരം പറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് 10 വിന്നേഴ്സിനെ നമുക്ക് ഈ പ്രോസസ്സിൽ സെലക്ട് ചെയ്യണം. ആ 10 വിന്നേഴ്സിനെ ഈ 142 ശരി ഉത്തരം പറഞ്ഞ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഡിജിറ്റലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ കഴിയും. അതിൽ നിന്ന് 10 പേരെ ഇന്ന് ഇവിടെ സെലക്ട് ചെയ്തതായിരിക്കും. നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പൂരിപ്പിച്ചോണം എന്ന പരിപാടിയുടെ ഈ കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ അവസരം ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും അതുപോലെ തന്നെ സന്തോഷവും അറിയിക്കുകയാണ്. കൂടാതെ ഇതിനകത്ത് വിന്നേഴ്സായിട്ട് വന്ന 10 പേർക്ക്
എല്ലാവിധ ആശംസകളും നേരുന്നതിന് വേണ്ടിയും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതുപോലെയുള്ള കോൺടെസ്റ്റുകൾ ഇനിയും സമീപഭാവിയിൽ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിൻ്റെ നാമധേയത്തിൽ നടത്തപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പാർട്ടിസിപ്പൻസിനും വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. We had conducted a contest with respect to Vinayaka Chaturthi and the contest was named Modak Mastery. It was for a period of 7 days and we are delighted to inform that many of you have participated in this contest and supported this initiative. This was intended only to bring out the understanding of the contest in the current generation and to people around who celebrates this. So Supra Pacific Financial Services Limited, leading NBFC, has thought of connecting with all of you with this contest and first of all let me thank once again to all who have participated. We will just state the answers of the contest and for which I am inviting Anjana for this. First question is, what is the name of renowned king who was killed by Lord Ganesha as per mythology? Answer is Gajasura. In some parts of India, Ganesh Chaturthi is celebrated as a harvest festival. What is the name of this festival? The answer is Nubari. In some regions, it is celebrated as a harvest festival by its name. Okay, the next question is, what is the significance of the 21 modaks offered to Lord Ganesha during worship? And the answer is representing 21 obstacles removed by Ganesha. And the next question is, what is the name of ancient Indian text that mentions Ganesha as the god of wisdom, prosperity and good fortune? And the answer is Mudgala Purana. The next question is, in which century was the worship of Ganesha first mentioned in Indian text? The answer is 5th century CE. And the next question is, what is the name of the ritual performed before immersing the Ganesha idol in water, which symbolizes the cycle of birth, growth and death? The answer is Visarjana. And the last question is, according to mythology, what was the name of Ganesha's wife who was created by the goddess Parvati? The answer is Buddhi. So the winners of Modak Mastery will be identified now. 7 winners out of approximately 130 right answers. So the first winner, we will just find out who it is. We would like to take this opportunity to appreciate and thank all the participants who have been part of this contest and we thank you and also congratulations to all the winners, all the 17 winners of both the contests held and you will be contacted from our side and the gifts would be reaching you either by courier or through direct, but you will be contacted and we would continue such contest in the coming months too and we would expect all your participations in the coming months too. So on behalf of Supra Pacific Financial Services Limited, we thank and congratulate the participants and the winners out here. So thank you.